വരുന്നതിന് മുമ്പ് പഞ്ചാബ് ഭരിച്ചിരുന്നത് സിഖുകാരാണ്. മുഗൾ രാജാക്കന്മാര് സിഖുകാരോട് കാണിച്ചിരുന്ന ക്രൂരതയ്ക്ക് പകരം വീട്ടുന്ന ഒരു ഭരണമായിരുന്നു സിഖുകാരുടേത്. ഒരുപാട് അതിക്രമങ്ങൾ അവർ ചെയ്തിരുന്നു. എത്രമാത്രമെന്നാൽ, ഞാൻ ചുരുക്കുകയാണ്, ഒരു മുസൽമാന് ബാങ്ക് കൊടുക്കാൻ അനുവാദം കൊടുത്തിരുന്നില്ല. ഒരിക്കലൊരു സംഭവമുണ്ടായി. ഒരാൾ ബാങ്ക് കൊടുത്തപ്പോൾ അയാളെ പിടിച്ചു കൊണ്ടുവന്നിട്ട് അയാളുടെ വായിൽ ഈയമുരുക്കി ഒഴിച്ച് കൊന്നു. എത്ര ക്രൂരതയാണ്! മുസ്ലിം സ്ത്രീകളെ പിടിച്ചു കൊണ്ടുപോകുമായിരുന്നു. അങ്ങനെ എല്ലാ തരത്തിലും മുസ്ലിങ്ങൾക്ക് വളരെയേറെ വേദനയുണ്ടാക്കുന്ന പ്രവർത്തനമാണ് അവർ കാഴ്ചവെച്ചിരുന്നത്. എല്ലാ രീതിയിലും. ഏതെല്ലാം രീതിയിലെന്ന് പറഞ്ഞാൽ, ഇന്ന് നിങ്ങൾ പഞ്ചാബിൽ പോയി നോക്കിയാൽ ഒരുപാട് പള്ളികൾ കാണാം. അതൊക്കെ പശുത്തൊഴുത്തുകളാണ്. ഇന്നും പശുത്തൊഴുത്തുകൾ, പോത്തിനെയും എരുമയെയും കെട്ടുന്ന തൊഴുത്തുകളാണ്. ആ തൊഴുത്ത് നമ്മുടെ പള്ളികളായിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. പഞ്ചാബിന്റെ വിവിധ ഭാഗങ്ങളിൽ കാണുന്നു. തുളസിറാം ഈ ഭരണത്തെക്കുറിച്ച് പറയുന്നു, ആരംഭത്തിൽ സിഖുകാർ സ്വീകരിച്ചിരുന്ന മാർഗം കൊള്ള മുതലുകൾ തങ്ങളുടെ സംഘങ്ങളിൽ പങ്കുവച്ചു പോന്നു. മുസ്ലിങ്ങളോട് സിഖുകാർക്ക് അതികഠിനമായ ശത്രുതയായിരുന്നു. ഉച്ചത്തിൽ ബാങ്ക് വിളിക്കാൻ അനുവദിച്ചിരുന്നില്ല. പള്ളികൾ തങ്ങളുടെ അധീനതയിലാക്കി. അതിൽ അവരുടെ ഗ്രന്ഥവും പാരായണം ചെയ്യുവാൻ തുടങ്ങി. ഒരുപാടുണ്ട്, അത് ഞാൻ വിടുന്നു. പിന്നീട് സവാനെ അഹമ്മദി, മുഹമ്മദ് ജാഫർ സാനേശ്വരി രചിച്ചത്, അതിൽ ഹസ്രത്ത് സയ്യിദ് അഹമ്മദ് ബറേൽവി, ഇദ്ദേഹം വാഗ്ദത്ത മസീദിന് മുമ്പ് വന്നൊരു മുജദ്ദിദാണ്, ഒരു പ്രസ്താവന ഇങ്ങനെ ചേർത്തിരിക്കുന്നു: ഞങ്ങൾ പഞ്ചാബ് ദേശത്ത് യാത്ര ചെയ്യുന്നതിനിടയിൽ ഒരു കിണറ്റിന്റെ അടുത്തേക്ക് വെള്ളം കുടിക്കുന്നതിനായി പോയി. കുറെ സിഖ് സ്ത്രീകൾ ആ കിണറ്റിൽ നിന്നും വെള്ളം കോരി പാത്രങ്ങളിൽ നിറക്കുന്നതായി ഞങ്ങൾ കണ്ടു. അവിടുത്തെ പ്രാദേശിക ഭാഷ ഞങ്ങൾക്ക് ആർക്കും തന്നെ അറിയുമായിരുന്നില്ല. ഞങ്ങൾ വായിൽ കൈവച്ചുകൊണ്ട് ആംഗ്യം കാണിച്ച് വെള്ളം ചോദിച്ചു. അപ്പോൾ ആ സ്ത്രീകൾ ഭയവിഹുലരായി നാലുപാടും നോക്കിക്കൊണ്ട് പുഷ്തു ഭാഷയിൽ പറഞ്ഞു, ഞങ്ങൾ അഫ്ഗാനിലെ മുസ്ലിം സ്ത്രീകളാണ്. ഈ സിഖുകാർ ഞങ്ങളെ ബലാത്കാരമായി പിടിച്ചുകൊണ്ടുവന്നതാണ്. സവാനെ അഹമ്മദി, മുഹമ്മദ് ജാഫർ താനീശ്വരി. അങ്ങനെ ഒരുപാട് അതിക്രമങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോഴാണ് ബ്രിട്ടീഷുകാരെ ഇവിടെ ഭരിക്കുന്നതിന് വേണ്ടി വന്നത്. അവർ വന്ന് മതസ്വാതന്ത്ര്യം നൽകി. ആർക്കും എങ്ങനെയും ഏത് മതവും പ്രചരിപ്പിക്കാം. അവരാണെങ്കിലോ അവരുടെ മതത്തെ സമ്മർദ്ദത്തോടുകൂടി ആരെയും അടിച്ചേൽപ്പിച്ചതുമില്ല. ഈ ഒരു കാര്യം വെച്ചുകൊണ്ടാണ് ഹസ്രത്ത് അഹമ്മദ് അലൈഹിസ്സലാം ബ്രിട്ടീഷ് സർക്കാരിനെ സ്തുതിച്ചു പറഞ്ഞത്. തദിക്കറത്തു ഷഹാദത്തൈനിലെ പേജിലാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ ആ ഉദ്ധരണി കേൾപ്പിക്കാം. അദ്ദേഹം പറയുന്നു, മിർസ ഗുലാം അഹമ്മദുൽ ഖാദിയാനി അലൈഹിസ്സലാം സ്വല്പം മുകളിൽ നിന്നാണ് പറയുന്നത്, കാരണം ഇടക്ക് നിന്നാണ് ഇവരെടുക്കുന്നത്, അപ്പൊ കാര്യം മനസ്സിലാവില്ല. അള്ളാഹു സ്വീകരിച്ച ദാസന്മാരിൽ ഏറ്റവും ഉയർന്ന നിലയിൽ നിലകൊള്ളുന്നത് നബി അല്ലെങ്കിൽ റസൂൽ ആണെന്നത് സത്യമാണ്, തികച്ചും സത്യമാണ്. അവർ അള്ളാഹുവിന് പ്രിയപ്പെട്ടവരാണെന്നതിൽ സംശയമില്ല. അവർ സ്വീകരിക്കപ്പെട്ടവരാണ്, അങ്ങേയറ്റം ആദരണീയരാണ്. അവനിൽ തങ്ങളെ ലയിപ്പിച്ചവരും അവന്റെ രൂപം പ്രാപിച്ചവരുമാണ്. അള്ളാഹുവിന്റെ പ്രതാപം അവരിൽ നിന്ന് പ്രകടമാവുകയും അവരിൽ അള്ളാഹുവും അള്ളാഹുവിൽ അവരുമായിരിക്കുകയും ചെയ്തു. എന്നാൽ അങ്ങനെയാണെങ്കിലും അവരിൽ ആരെയും നമുക്ക് ദൈവമെന്നോ ദൈവത്തിന്റെ പുത്രനെന്നോ പറയാൻ പറ്റുകയില്ല. ബ്രിട്ടീഷുകാരോടായി പറയുന്നത്. ബ്രിട്ടീഷുകാരുടെ ദൈവം മരിച്ചുപോയി. കശ്മീരിലെ ഖാനിയാറിൽ മറയടക്കപ്പെട്ടു. അദ്ദേഹം ഇനി ഇങ്ങോട്ട് തിരിച്ചു വരില്ല. അല്ലയോ ക്രിസ്തീയ സഹോദരങ്ങളെ, മോക്ഷം വേണമെങ്കിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൊടിക്കീഴിൽ വന്നുകൊള്ളുക എന്ന് പറഞ്ഞ മിർസ ഗുലാം അഹമ്മദുൽ ഖാദിയാനി അലൈഹിസ്സലാം ഇസ്ലാമിന്റെ പ്രചാരണം നടത്തുമ്പോൾ ഇവർ പറയുന്നു, ബ്രിട്ടീഷുകാർ നട്ട ചെടിയാണ്, ബ്രിട്ടീഷുകാരുണ്ടാക്കിയ പ്രവാചകനാണ്.
ബ്രിട്ടീഷുകാർ ഒരു പ്രവാചകനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവര് പണവും സ്വത്തും നൽകിയാൽ അവര് പറയുന്നത് പോലെ കേൾക്കണം. അവരങ്ങനെ പറയോ ഈസാ നബി മരിച്ചുപോയെന്ന് പറയാൻ? തങ്ങളുടെ ദൈവമാണല്ല, ദൈവം ചത്താ പിന്നെന്താ ഉള്ളേ? എടോ താൻ പറഞ്ഞോ ഞങ്ങളുടെ ദൈവം മരിച്ചുപോയി. അപ്പൊ എന്താ? മകൻ ചത്താലും വേണ്ടില്ല, മരുമകളൊന്ന് കരഞ്ഞു കണ്ടാൽ മതി എന്ന് പോലെയാ. അമ്മായിയമ്മ സ്വന്തം അമ്മയാണ്. എന്താണ്? എൻ്റെ മകൻ മരിച്ചാലും വേണ്ടില്ല, എൻ്റെ മരുമകളൊന്ന് കരഞ്ഞു കണ്ടാൽ മതി. അങ്ങനെ ആരെങ്കിലും കരുതുവോ? എന്നിട്ട് വ്യക്തി പറയുകയാണ് ഇത് നട്ട ചെടിയാണ്. അദ്ദേഹം പറഞ്ഞെന്താണ്? അള്ളാഹുവിൽ അവരുമായിരിക്കും. എന്നാൽ അങ്ങനെയാണെങ്കിലും അവരിൽ ആരെയും നമുക്ക് ദൈവമെന്നോ ദൈവത്തിന്റെ പുത്രനെന്നോ പറയാൻ പറ്റുകയില്ല. ഈ അഭിപ്രായ ഭിന്നതയിൽ മുസ്ലിങ്ങൾ സത്യത്തിലും ക്രിസ്ത്യാനികൾ അസത്യത്തിലുമാണെന്നതിൽ ഒരു സംശയവുമില്ല. നോക്ക്, ക്രിസ്ത്യാനികൾ അസത്യത്തിലാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നബി ഉണ്ടാക്കിയത് ബ്രിട്ടീഷുകാര്. എന്നാൽ ഈ തെറ്റ് ഈ കാലഘട്ടത്തിൽ ക്രിസ്ത്യാനികളിൽ നിലനിൽക്കാൻ പോകുന്നതായി ഞാൻ കാണുന്നില്ല. ഇംഗ്ലീഷുകാർ എന്ന ജനതയെ അള്ളാഹു നിത്യവും സമൃദ്ധിയിലേക്കും സമ്പത്തിയിലേക്കും വിശേഷ ബുദ്ധിയിലേക്കും അറിവിലേക്കും വലിച്ചു കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. അവർ സത്യസന്ധതയിലും നേരിലും നീതിയിലും നിത്യവും അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടുപോകുന്നു. പൗരാണികരും ആധുനികരുമായ അറിവിന്റെ ഉറവിടം പോലെയാണവർ. അതുകൊണ്ട് ഈ മുതലും അവർക്ക് അള്ളാഹു കൊടുക്കുമെന്നാണ് ശക്തമായ പ്രതീക്ഷ. എന്നല്ല, എൻ്റെ അറിവിൽ ഹൃദയങ്ങൾക്കുള്ളിൽ തന്നെ അത് കൊടുത്തിരിക്കുന്നു. എന്തായാലും നമ്മുടെ ശാരീരികവും ഭൗതികവുമായ കാര്യങ്ങൾക്കായി അള്ളാഹു ഈ ജനതയിൽ നിന്ന് നമുക്കായി ഗവൺമെന്റിനെ സ്ഥാപിച്ചു. നാം ഈ ഗവൺമെന്റിന്റെ നന്മകൾ കണ്ടു. അതിന് നന്ദി കാണിക്കുക എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് നമ്മുടെ പൂർവികരായ ആളുകൾ എപ്രകാരം ആത്മാർത്ഥരും ക്ഷേമകാംക്ഷികളുമായിരുന്നുവോ അതുപോലെ നമ്മളുമായിരിക്കുമെന്ന് നാം നമ്മുടെ ആദരണീയരായ സർക്കാരിന് ഉറപ്പു നൽകുന്നു. നമ്മുടെ കയ്യിൽ പ്രാർത്ഥനയല്ലാതെ മറ്റെന്താണുള്ളത്? നാം ദുആ ചെയ്യുന്നു. അല്ലാഹു തആല ഈ സർക്കാരിനെ എല്ലാവിധ ഉപദ്രവങ്ങളിലും സുരക്ഷിതമാക്കി വെക്കുമാറാകട്ടെ. അതിന്റെ ശത്രുക്കളെ നിന്ദ്യതയോടെ നശിപ്പിക്കുമാറാകട്ടെ. ഉപകാരിയായ സർക്കാരിന് അവർ നന്ദി കാണിക്കുന്നത് പോലെ നമ്മളും നന്ദി കാണിക്കേണ്ടത് അള്ളാഹു നമുക്ക് നിർബന്ധ കടമയാക്കിയിരിക്കുന്നു. ഉപകാരിയായി ഈ സർക്കാരിന് നാം നന്ദി കാണിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് ഉപദ്രവം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നമ്മൾ അള്ളാഹുവിനും നന്ദി കാണിച്ചില്ല. കാരണം അള്ളാഹുവിനോടുള്ള നന്ദിയും അള്ളാഹു തന്റെ ദാസർക്ക് അനുഗ്രഹം എന്ന നിലയിൽ നൽകുന്ന ഏതെങ്കിലും ഉപകാരിയായ സർക്കാരിനോടുള്ള നന്ദിയും വാസ്തവത്തിൽ രണ്ടും ഒരേ കാര്യമാണ്, പരസ്പരം ബന്ധമുള്ളതാണ്. ഒന്ന് ഉപേക്ഷിക്കുമ്പോൾ മറ്റത് നിർബന്ധമായി ഉപേക്ഷിക്കേണ്ട നിർബന്ധമാകും. അജ്ഞരായ ചില ആളുകൾ ചോദിക്കുന്നു, ഈ സർക്കാരിനോട് ജിഹാദ് ചെയ്യുന്നത് ശരിയാണോ? ഓർത്തുകൊള്ളുവിൻ, ഈ ചോദ്യം അങ്ങേയറ്റം വിഡ്ഢിത്തമാണ്. കാരണം അവരുടെ ഔദാര്യങ്ങൾക്ക് നന്ദി കാണിക്കുക നിർബന്ധ കടമയാണ്. സിഖുകാരുടെ ക്രൂര ഭരണത്തിൽ നിന്ന് നമ്മളെ മോചിപ്പിച്ച് സമാധാനവും ശാന്തവുമായ ഒരു അന്തരീക്ഷത്തിൽ കൊണ്ടുവന്ന ഇവരാണ്. അവരോട് എങ്ങനെയാണ് ജിഹാദ് ചെയ്യുക? ഞാൻ സത്യമായി പറയുന്നു, ഉപകാരം ചെയ്യുന്നവരോട് ശത്രുത പുലർത്തുക എന്നത് ദുർവൃത്തന്റെ ജോലിയാണ്. എന്റെ അഭിപ്രായം ഞാൻ ആവർത്തിച്ച് പ്രകടമാക്കിയിട്ടുള്ളതാണ്. ഇസ്ലാമിന് രണ്ട് ഭാഗമാണുള്ളത്. ഒന്ന് അള്ളാഹുവിനെ അനുസരിക്കുക, രണ്ടാമത്തേത് ഈ സർക്കാരിനെയും. അവർ സമാധാനം സ്ഥാപിച്ചു, അത് അദ്ദേഹം പറയുന്നില്ല. എന്തുകൊണ്ടാണ് പറഞ്ഞത്? അവർ സമാധാനം സ്ഥാപിച്ചു. അവർ അക്രമികളുടെ കയ്യിൽ നിന്ന് തങ്ങളുടെ തണലിൽ നമുക്ക് അഭയം നൽകി. അത് ബ്രിട്ടീഷ് സർക്കാരാണ്. നാം യൂറോപ്യൻ ജനതയോട് മതപരമായി വിയോജിക്കുന്നു എന്നത് തികച്ചും സത്യമാണ്. നാം യൂറോപ്യൻ ജനതയോട് വിയോജിക്കുന്നു എന്നത് തികച്ചും സത്യമാണ്. അവർ ദൈവത്തെക്കുറിച്ച് ഇഷ്ടപ്പെടുന്നത് നാം ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ ഈ മതപരമായ കാര്യങ്ങൾക്ക് പ്രജകളും സർക്കാരുമായുള്ള ബന്ധത്തിനൊരു ബന്ധവുമില്ല. ഏതൊരു ഭരണാധികാരിയുടെ തണലിൽ നിങ്ങൾ സമാധാനത്തോടെ ജീവിക്കുന്നുവോ അവർക്ക് നന്ദി പറയുകയും അവരെ അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുകയെന്ന് അള്ളാഹു നമുക്ക് വ്യക്തമായ പാഠം നൽകുന്നു. അപ്പോൾ നമ്മൾ ബ്രിട്ടീഷ് സർക്കാരിനോട് ധിക്കാരം കാണിച്ചാൽ ഇസ്ലാമിനോടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും ധിക്കാരം കാണിക്കുന്നു എന്നാണ് അർത്ഥം. എന്നാ നോക്ക്, ഇതുകൂടാതെ വേറൊരു കാര്യം കൂടെ പറഞ്ഞു. എന്താ പറഞ്ഞത്? മഹത്തായ ഭാഗ്യം കരസ്ഥമാക്കുന്നതിനുള്ള വഴി. ഞാൻ വീണ്ടും യഥാർത്ഥ വിഷയത്തിലേക്ക് മടങ്ങിക്കൊണ്ട് പറയുന്നു,
മഹത്തായ ഭാഗ്യം കരസ്ഥമാക്കുന്നതിന് അള്ളാഹു ഒരേ ഒരു വഴിയാണ് വെച്ചിട്ടുള്ളത്. അതായത് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അനുസരിക്കുക. അള്ളാഹു ഖുർആൻ വചനത്തിൽ വ്യക്തമായും പറഞ്ഞു, ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. ആലി ഇംറാൻ 32. അതായത് വരിക, എന്നെ പിന്തുടരുക, അള്ളാഹു നിങ്ങളെ സ്നേഹിക്കുന്നതിന്. ഇതിന്റെ അർത്ഥം വെറും ആചാരപരമായ ഇബാദത്ത് ചെയ്യുക എന്നതല്ല. ഇസ്ലാം എന്ന് പറയുന്നത് ബലിമൃഗത്തെ പോലെ കഴുത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ വെക്കലാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, എന്റെ മരണം, എന്റെ ജീവിതം, എന്റെ നമസ്കാരം, എന്റെ ത്യാഗങ്ങൾ അള്ളാഹുവിന് വേണ്ടിയാണ്. ഏറ്റവും ആദ്യം ഞാൻ എന്റെ കഴുത്ത് മുന്നിൽ വെക്കുന്നു. ഇസ്ലാമിന്റെ ഈ അഭിമാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മാത്രം ലഭിച്ച ഒന്നാമത്തെ സ്ഥാനമാണ്. ഇബ്രാഹിം അലൈഹിസ്സലാമിക്ക് ഇത് ലഭിച്ചില്ല, മറ്റാർക്കും ഈ പദവി ലഭിച്ചില്ല. ഇതിലേക്ക് സൂചന നൽകിക്കൊണ്ടാണ് പറഞ്ഞത്, കുന്തു നബിയ്യം വ ആദമു ബൈനൽ മാഇ വത്തീൻ. ആദം നനഞ്ഞ മണ്ണിന്റെയും വെള്ളത്തിന്റെയും ഇടയിലായിരിക്കുമ്പോൾ ഞാൻ നബിയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ നബിമാർക്കും ശേഷമാണ് വന്നത്. എന്നാൽ എന്റെ മരണം, എന്റെ ജീവിതം അള്ളാഹുവിന് വേണ്ടി, ഇന്ന സ്വലാത്തി വ നുസുക്കി വ മഹിയായ വ മമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ വേണ്ടിയാണെന്നുള്ള ആ വിളിനാദം മറ്റുള്ളവരുടെ വായിൽ നിന്ന് പുറത്തു വന്നില്ല, നബിയുടെ വായിൽ നിന്ന് മാത്രമേ വന്നുള്ളൂ. ഇനി ലോകത്തിന്റെ അവസ്ഥ നോക്ക്. നമ്മുടെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മരണവും തന്റെ ജീവിതവുമെല്ലാം അള്ളാഹുവിന് വേണ്ടിയുള്ളതാണെന്ന് തന്റെ പ്രവൃത്തി കൊണ്ട് തെളിയിച്ചു കാണിച്ചു. ഇപ്പോൾ മുസ്ലിങ്ങൾ ലോകത്തുണ്ട്. ആരോടെങ്കിലും താങ്കൾ മുസ്ലിമാണോ എന്ന് ചോദിച്ചാൽ അൽഹംദുലില്ലാ എന്ന് പറയും. ആര് പറഞ്ഞ കലിമയാണോ ചൊല്ലുന്നത്, ആ മഹാത്മാവിന്റെ ജീവിതം അള്ളാഹുവിനെ കിട്ടുന്നതിന് വേണ്ടിയായിരുന്നു. എന്നാൽ ഇന്നുള്ള മുസ്ലിങ്ങൾ ദുനിയാവിന് വേണ്ടി ജീവിക്കുന്നു, ദുനിയാവിന് വേണ്ടി മരിക്കുന്നു. സക്രാത്തിന്റെ അവസ്ഥ തുടങ്ങുന്നത് വരെ, മരിക്കാൻ പോകുന്നത് വരെ ദുനിയാവ് തന്നെയായിരിക്കും അവന്റെ ലക്ഷ്യം. പ്രേമഭാജനവും അവന്റെ ഉദ്ദേശവും അതുതന്നെയാണ്. ഇങ്ങനെ വരുമ്പോൾ താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്നു എന്ന് പറയുന്നത് എങ്ങനെ ശരിയാകാനാണ്? ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, നിർത്തുക. ആ ഉദ്ധരണി അവിടെ നിർത്തുക, അതങ്ങനെ പോകുന്നുണ്ട്. ഇനി ബ്രിട്ടീഷ് സൃഷ്ടി, അതിനെക്കുറിച്ച് പറയട്ടെ. ചരിത്രപരമായിട്ട് ഇവിടെ പ്രസംഗിച്ച പ്രസംഗകന് എന്തോ എനിക്കറിയില്ല, അദ്ദേഹം പറയുന്നത് ഇന്ത്യയില് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എല്ലാവരും ചേർന്നുകൊണ്ട് ബ്രിട്ടീഷ് സർക്കാരിനെ തുരത്തുന്നതിന് വേണ്ടി ശ്രമിച്ചു, സമരം ചെയ്തു എന്നാ. അതെപ്പോഴാ, ഏത് കാലഘട്ടത്തിലാ? 1857 ഒന്നാമത്തെ സ്വാതന്ത്ര്യ സമരം നടന്നു, ശിപായി ലഹള. 1859 ബ്രിട്ടീഷുകാർ അത് അടിച്ചമർത്തി. അന്ന് മിർസ ഗുലാം അഹമ്മദുൽ ഖാദിയാനി അലൈഹിസ്സലാമിന് 22 വയസ്സായിരുന്നു. ആരാലും അറിയപ്പെടാതെ ഖാദിയാനിൽ ഇടയ്ക്കിടയ്ക്ക് ഇസ്ലാമിന് വേണ്ടി ചില ലേഖനങ്ങൾ എഴുതിക്കൊണ്ട് ജീവിക്കുന്ന ആ കാലം. അതിനുശേഷം 1919 സ്വാതന്ത്ര്യ സമരം പിന്നീട് തുടങ്ങുന്നത് എന്നാണ് എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം ഉള്ളത്. ഇല്ല എങ്കിൽ ഇതിനിടയിൽ എപ്പോഴെല്ലാം സ്വാതന്ത്ര്യ സമരം ഉണ്ടായി, ആരാണ് അതിന് നേതൃത്വം നൽകിയത് എന്നൊക്കെ ഇവിടെ പ്രസംഗിച്ച ആള് പറയണം. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചത് ബ്രിട്ടീഷ് ഭരണത്തോട് കൂറു പ്രഖ്യാപിച്ചുകൊണ്ടാണ്. ബ്രിട്ടീഷ് ഗവൺമെന്റിനോട് കൂറു പ്രഖ്യാപിച്ചുകൊണ്ടാണ് കോൺഗ്രസ് പ്രവർത്തനം തുടങ്ങിയത്. മലയാള മനോരമ ഇയർ ബുക്ക് 1989
പേജ് 204. ഈ പ്രാവശ്യത്തെ ഇയർ ബുക്കിലുണ്ടാവും. ഇനി നോക്ക്, 1906 സർവേന്ത്യ മുസ്ലിം ലീഗ് ജന്മം കൊള്ളുന്നത്. 1907 കറാച്ചിയിൽ ചേർന്ന അതിൻ്റെ പ്രഥമ സമ്മേളനത്തിൽ എടുത്ത 3 തീരുമാനങ്ങളിൽ ആദ്യത്തേത് മുസൽമാന്മാരിൽ ബ്രിട്ടീഷ് ഗവൺമെന്റിനോടുള്ള കൂറു വളർത്തിക്കൊണ്ടുവരികയും ഇന്ത്യയിൽ അവരെടുക്കുന്ന നടപടികളെപ്പറ്റിയും ഉദ്ദേശങ്ങളെപ്പറ്റിയും വല്ല സംശയമുണ്ടെങ്കിൽ അത് ദൂരീകരിക്കുകയും ചെയ്യുക എന്നതായിരുന്നു. ദാ എവിടെയുള്ളത്? ഇത് ചന്ദ്രിക 1989 ജൂലൈ 24 ഇ അഹമ്മദ് സാഹിബിന്റെ ഒരു ലേഖനം, അന്നത്തെ പത്രമാണ്. ഇന്ത്യൻ മുസ്ലിങ്ങളുടെ നവോത്ഥാനത്തിന്റെ കഥ, മുസ്ലിം ലീഗിന്റെ ബീജാങ്കുരം ഇ അഹമ്മദ്. ആ ലേഖനത്തിന്റെ ആ വാരാന്ത പതിപ്പില് പറയുകയാണ്, 1907 കറാച്ചിയിൽ ചേർന്ന സമ്മേളനം സർവേന്ത്യ മുസ്ലിം ലീഗിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളായി പ്രഖ്യാപിച്ചത് പ്രധാനമായും താഴെ പറയുന്ന 3 കാര്യങ്ങളാണ്. 1. മുസൽമാന്മാരിൽ ബ്രിട്ടീഷ് ഗവൺമെന്റിനോടുള്ള കൂറ് വളർത്തിക്കൊണ്ടുവരികയും ഇന്ത്യയിൽ അവരെടുക്കുന്ന നടപടികളെ പറ്റിയും ഉദ്ദേശങ്ങളെ പറ്റിയും വല്ല സംശയവുമുണ്ടെങ്കിൽ അത് ദൂരീകരിക്കുകയും ചെയ്യുക. 2. ഇന്ത്യയിലെ മുസൽമാന്മാരുടെ രാഷ്ട്രീയ അവകാശങ്ങൾ പരിചരിക്കുകയും ഉയർത്തിപ്പിടിക്കുകയും അവരുടെ ആവശ്യങ്ങളും അഭിലാഷങ്ങളും ഗവൺമെന്റിന്റെ മുമ്പിൽ ആദരപൂർവ്വം സമർപ്പിക്കുകയും ചെയ്യുക. 3. മുസ്ലിം ലീഗിന്റെ മറ്റു ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് വിരുദ്ധമാകാത്ത വിധം മറ്റ് സമുദായങ്ങളുടെ നേരെയുണ്ടാകുന്ന എതിർപ്പും തടയുക. ചന്ദ്രിക ഗാന്ധിജി ഒരാഴ്ച ഉപവാസം അനുഷ്ഠിച്ചു. അതിന്റെ അവസാനത്തിലാണ് പഞ്ചാബിലെ ജാലിയൻവാലാബാഗിൽ കൂട്ടക്കൊല നടക്കുന്നത്. അതിനുശേഷമാണ് ഒച്ച ഉണ്ടാകാൻ തുടങ്ങിയത്. എന്നാൽ അക്കാലത്തുള്ള മുസ്ലിങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു നമുക്ക് നോക്കാം. എന്താണ്? ഇവിടത്തെ മുസ്ലിങ്ങൾ ബ്രിട്ടീഷ്കാരോട് ഏത് രീതിയിലാണ് പെരുമാറിയ? ഈ കൊച്ചു കേരളത്തിലെ അവസ്ഥ 1911 ജൂൺ 20 ബി ഇമ്പച്ചമ്മദ് എന്ന ആ സംഘത്തിന്റെ സെക്രട്ടറി എഴുതുന്നു, നമ്മുടെ ചക്രവർത്തി മഹാരാജാവ് കിങ് ജോർജ് 5 ഈ ജൂൺ മാസം 22 ലണ്ടനിൽ വെച്ച് കിരീടം ധരിക്കുന്നതാകയാൽ ഇസ്ലാം സംഘക്കാരായ നമ്മൾക്കുള്ള രാജഭക്തിയും വാത്സല്യവും കാണിക്കുന്നതായ ഒരു സന്തോഷകരമായ ടെലഗ്രാം ലണ്ടനിലേക്ക് നമ്മളുടെ വൈസ്രോയി മുഖേന അയച്ചു കൊടുക്കേണ്ടതിനായി നാളെ 21 ബുധനാഴ്ച രാവിലെ 9 മണിക്ക് ഹിമായത്തുൽ ഇസ്ലാം സഭാ ഹാളിൽ ഒരു ഇസ്ലാം പബ്ലിക് മീറ്റിംഗ് കൂടുന്നതാകൊണ്ട് ശരിയായ സമയത്തിന് വന്നുകൂടേണ്ടതിനാവശ്യപ്പെടുന്നു. പിന്നീട് പറയുന്നു, കോഴിക്കോട് ഡെപ്യൂട്ടി കളക്ടർ കോഴിക്കോട്ടെ പള്ളി വീട്ടിൽ മുഹമ്മദ് കാളി അവർക്ക് ഒരു പരിപാടി സംഘടിപ്പിക്കാൻ 28/11/1911 എഴുതി ആ വിവരം കോഴിക്കോട്ടെ കാളിയാർ അറിയിക്കുന്ന നോട്ടീസാണ് ഇനി കേൾപ്പിക്കുന്നത്. കോഴിക്കോട് 4/12/1911. ഈ ഡിസംബർ മാസത്തിൽ നമ്മുടെ ചക്രവർത്തി മഹാരാജാവ് അവരുടെയും രാജ്ഞി അവരുടെയും പട്ടാഭിഷേക സംബന്ധമായി ഉണ്ടാവാൻ പോകുന്ന ദർബാർ ദിവസങ്ങളിൽ ഈ മുനിസിപ്പാലിറ്റിയുള്ള സകല പള്ളികളിലും 10 ഓത്തുകൾ ചൊല്ലാനും ഖുർആൻ ഓതാൻ, ആർക്ക് വേണ്ടി? രാജ്ഞിക്കും രാജാവിനും വേണ്ടി ഖുർആൻ ഓതാനും അവരുടെ ദീർഘായുസിനും രാജധാനം നിലനിൽക്കേണ്ടതിനും ദ്വാരക്കാനും 12 സന്ധ്യാസമയം തുടങ്ങി കുറെ നേരം ധാരാളം വിളക്ക് കത്തിച്ച് അലങ്കരിക്കാനും മറ്റും എല്ലാ പള്ളി മുല്ലാന്മാർക്കും അറിയേണ്ടതിനായി ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി കളക്ടർ അവരുടെ കൽപ്പന കിട്ടിയിരിക്കുന്നു. രാജാക്കന്മാർക്ക് ദീർഘായുസ്സും ഗുണവും നീതിവർദ്ധനയും എന്നും ഉണ്ടായിരിക്കേണ്ടതിന് വേണ്ടി കീഴിലുള്ള പ്രജകൾ
പടച്ചവനോട് തേടി പ്രാർത്ഥിക്കുന്നത് നമ്മുടെ മുസൽമാൻ ശറഹ് പ്രകാരം, മുഖ്യ വിഷയമാകൊണ്ട് മേൽപ്പറഞ്ഞ തീയതികളിൽ മേൽപ്രകാരം ചെയ്യേണ്ടതാണെന്ന് പ്രത്യേകം ഇതിനാൽ അറിയിക്കുന്നു എന്ന് കോഴിക്കോട്ടെ ഖാദിയാർ മുഹമ്മദ് ബിൻ അലി വിദ്യാവിലാസം പ്രസ്സിൽ അച്ചടിച്ചത് കാലിക്കറ്റ്. ഇതേ കേരളത്തിലെ ഈ ഖാദിമാര്, ഈ കേരളത്തിലെ മാപ്പിള കവികള്, അവരെല്ലാവരും തന്നെ ബ്രിട്ടീഷുകാര് ഇവിടെ നിൽക്കണമെന്ന് ആഗ്രഹിച്ചവരാണ്. അവരൊരിക്കലും പോകരുതെന്നാണ് അവരാഗ്രഹിച്ചിരുന്നത്. എന്നിട്ട് ഇദ്ദേഹം പറയുന്ന മുസ്ലിങ്ങളും ഹിന്ദുക്കളും എല്ലാം ചേർന്നുകൊണ്ട് ബ്രിട്ടീഷുകാരെ ആട്ടി ഓടിക്കാൻ പോയി. എവിടെയാ ചരിത്രം പറഞ്ഞിട്ട് ആ ബുക്കിന്റെ പേര് പറയുക, പേജ് പറയുക, ഇന്ന ഗ്രന്ഥത്തിലുണ്ടെന്ന് പറയുക. എന്നാ ഇന്ന് കേട്ടോ, മാപ്പിള കവികൾ പാടി എന്താണ്? ഇന്ത്യ എന്ന പതിക്ക് സ്വയംഭരണം കിട്ടാൻ, ഇന്ത്യ എന്ന പതിക്ക് സ്വയംഭരണം കിട്ടാൻ ആശിച്ചെന്തിനടോ തകരാറിന് പോണിക്കാലത്ത്, എത്രയും മര്യാദയിലെന്നും ഇന്നാട് ഭരിക്കാൻ ഇത്ര നല്ലൊരു മന്നവനുണ്ടോ ലോകത്ത്. ബ്രിട്ടീഷുകാരെ പോലെ ഭരണം ചെയ്യാൻ വേറെ ആരെങ്കിലും ഉണ്ടോ? ചേർന്നില്ല. ഇത് മഹാകവി പുലിക്കോട്ടിൽ ഹൈദർ ബ്രിട്ടീഷുകാരെ കുറിച്ച് എഴുതിയ. അപ്പൊ വേറൊരു കവി പറഞ്ഞു, പട്ടര് ചെട്ടി നായര് നമ്പൂരിക്ക് നാട് ഭരിക്കാൻ കിട്ടിയാൽ കഷ്ടപ്പാടൊരു കാലം തീരുമോ. ബ്രിട്ടീഷുകാരൻ പോയി കഴിഞ്ഞാൽ പട്ടർക്കും ചെട്ടിക്കും നായർക്കും നമ്പൂരിക്കുമാണ് ഈ നാട് ഭരിക്കാൻ അവസരമുണ്ടാവുക. എന്നാൽ നിങ്ങളുടെ കഷ്ടപ്പാട് തീരുമോ എന്നാ ചോദിച്ചത്. തീരുന്നില്ല. പിന്നെയും പറഞ്ഞു, തന്ത്രമാണിത് ഗാന്ധി പറഞ്ഞൊരു മന്ദിരം കേട്ട് നടക്കല്ല, തപ്പില് കടലത് കോരിയിട്ട് ഉപ്പ് കുറുക്കിയെടുക്കില്ല. ഉപ്പ് സത്യാഗ്രഹത്തെ പരിഹസിച്ചുകൊണ്ട് ബ്രിട്ടീഷ് ഭക്തനായ പുലിക്കോട്ട് ഹൈദർ എഴുതിയതാണ്. തീർന്നില്ല. പിന്നെയും പറയുന്നു, അന്ധവിധം കതർ വസ്ത്രവും ബഹു തൊന്തരവാണതൊടുക്കല്ല, അങ്ങനെ മദ്യഷാപ്പുകൾ പിക്കറ്റിംഗ് അത് ചെയ്ത് മുടക്കല്ല. ഇത് മാപ്പിളമാര്. ഇപ്പൊ പള്ളികളിൽ മുല്ലാക്കമാര് പറയുന്നു ബ്രിട്ടീഷ് സർക്കാരിന് വേണ്ടി ദുആ ഇറക്കാൻ. ഇപ്പൊ മിർസ സാഹിബ് ദുആ ചെയ്യാൻ പറഞ്ഞതാണോ കുഴപ്പം? ഇതുകൂടാതെ ഉത്തരേന്ത്യയിലെ ഒരുപാട് ആളുകള് ബ്രിട്ടീഷുകാരെ സ്തുതിച്ചു പറഞ്ഞിട്ടുണ്ട്. അപ്പം ബ്രിട്ടീഷുകാരെ സ്തുതിച്ചു പറഞ്ഞതിന് മിർസ ഗുലാം അഹ്മദ് ഖാദിയാനി അലൈഹിസ്സലാം വ്യക്തമായ നിലയിൽ പറഞ്ഞു, ഈ സർക്കാരിനോട് എനിക്കൊരു മമതയുമില്ല, അവര് ഇവിടെ നാട് ഭരിക്കുന്നുണ്ട്, അതുകൊണ്ട് നല്ല രീതിയിലാണ് ഭരിക്കുന്നത്, ആ കാരണത്താലാണ് ഞാൻ. ഇനി സർ അല്ലാമ മുഹമ്മദ് ഇക്ബാൽ പറയുന്നു, മയ്യത്ത് ഉഠി ഹേ ഷാഹി കി തഅലീം കേ ലിയേ, മയ്യത്ത് ഉഠി ഹേ ഷാഹി കി തഅലീം കേ ലിയേ, इकबाल उड़ के खाक सर रह गुजार हो, सूरत वही है नाम में रखा हुआ है क्या, देते हैं नाम मुहर्रम का हम तुझे. രാജ്ഞിയുടെ ജഡമുയർന്നു, ഏ ഇക്ബാൽ, ബഹുമാനം പ്രകടിപ്പിക്കാനായി നീ പൊങ്ങിപ്പറക്കൂ, രാജവീതിയിലെ ഒരു മൺകണമായി നീ മാറൂ. പേരിൽ എന്തിരിക്കുന്നു? മുഹറം മാസത്തിലെ അതേ ചിത്രം തന്നെയാണല്ലോ നാം നിനക്ക് മുഹറം എന്ന് പേര് നൽകുന്നു. ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലയിൽ ഷഹീദാക്കപ്പെട്ട സംഭവമാണ്. തീർന്നില്ല. വീണ്ടും അല്ലാമ ഇക്ബാൽ പറയുന്നു, ഈ കവിതയ്ക്കാണ് അദ്ദേഹത്തിന് സർ പദവി കിട്ടിയത്. പറയുന്നു, ഏ ഹിന്ദ് തേരെ സർ സേ ഉഠാ സായേ ഖുദാ, അല്ലയോ ഇന്ത്യ രാജ്യമേ, നിന്റെ തലയിൽ നിന്നിതാ ദൈവത്തിന്റെ ആ ഛായ തണൽ മാറിപ്പോയിരിക്കുന്നു. ഇക് ഗം ഗുസാർ തേരെ മക്കീനോ കി ഥി ഗയി, നിന്നെ കുറിച്ച് നിന്നിൽ വസിക്കുന്നവരിൽ ഒരു ദുഃഖഹന്താവായി ഉണ്ടായിരുന്ന ആൾ പോയി. ഹിൽ താഹെ ജിസ്സെ അരശ്, യേ റോനാ ഉസി കാ ഹേ. വിക്ടോറിയ രാജ്യം ഭരിച്ചപ്പോ അള്ളാന്റെ അരിഷ് കുലുങ്ങുന്നത്രേ. हिल ताहे जिससे अरश, ये रोना उसी का है, जीनत थी जिससे तुझको जनाजा उसी का है, जीनत थी जिससे तुझको जनाजा उसी का है. അതായത് ആരെക്കുറിച്ചുള്ള രോദനം മൂലം അരിശു കുലുകുന്നുവോ, ആരുടെ വ്യക്തിത്വം നിനക്ക് ഒരു അലങ്കാരമായി വിലസിയിരുന്നുവോ, അവരുടെ ജനാസ തന്നെയാണിത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി ആവശ്യം വന്നാൽ പിന്നീട് നമുക്ക് പറയാം.
പിന്നെ ആ മൂത്രത്തെ സംബന്ധിച്ച് പറഞ്ഞൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ കൃത്യ സമയം പാലിക്കുന്നവരാണ്, വെറുതെ വാചകടിക്കുന്നവരല്ല. എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മൈക്കിന് സാങ്ഷൻ കിട്ടിയിരിക്കുന്നത് 9:30 മണി മുതലാണ്. ആ സർക്കാരിനെ അനുസരിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഡ്യൂട്ടി. എന്നാൽ നിങ്ങൾ നോക്ക്, ഇന്ന് അഹമ്മദിയ ജമാഅത്ത് എവിടം വരെ എത്തിയിരിക്കുന്നു? 5 മിനിറ്റ് കൂടി സമയം എനിക്കുണ്ട്. അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ ഖലീഫ ഇസ്രായേൽ പ്രധാനമന്ത്രിയോടും ഇറാൻ പ്രസിഡന്റിനോടും അഭ്യർത്ഥിച്ച ഒരു കാര്യം ഇസ്രായേൽ TV 5/3/2012 സംപ്രേഷണം ചെയ്തു. എന്താ പറയുന്നറിയോ? ഇപ്പോൾ ലോകത്ത് ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ അത് ഇസ്രായേലും ഇറാനും തമ്മിൽ മാത്രമായിരിക്കില്ലെന്നും, മറിച്ച് ഇന്ന് തമ്മിലടിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ രാജ്യങ്ങളും അതിൽ ഭാഗവാക്കാകാൻ ഇടയുണ്ടെന്നും അഹമ്മദിയ ഖലീഫ പറഞ്ഞു. അത് വൈകല്യങ്ങളുടെയും വ്യാധികളുടെയും ഒരു ലോകമാണ് സൃഷ്ടിക്കുക. കാരണം അതൊരു ആണവ യുദ്ധമായിരിക്കും. അതുകൊണ്ട് തന്നെ അത്തരമൊരു യുദ്ധം ഒഴിവാക്കാൻ തങ്ങളാൽ കഴിയുന്നതൊക്കെ ചെയ്തുകൊണ്ട് ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കുകയും ഒരു മഹായുദ്ധത്തിലേക്ക് നയിക്കാതിരിക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തണമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനോടും ഇറാൻ പ്രസിഡന്റിനോടും മുസ്ലിം ഖലീഫ മിർസ മസ്റൂർ അഹമ്മദ് കത്തിലൂടെ അഭ്യർത്ഥിച്ചു. ഇന്ന് മുസ്ലിം ഖലീഫ ലോക കാര്യങ്ങൾ ഇടപെടുന്ന ഒരവസ്ഥയിലേക്ക് മാറി. തീർന്നില്ല, പോപ്പിനോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? നമുക്കൊന്നിക്കാം. വിശുദ്ധ ഖുർആൻ പറയുന്നു നമ്മൾ ഇതിൽ ഒരേ ഒരു കാര്യമാണ്. എന്താണ്? ഏകദൈവത്തെ വിശ്വസിക്കുക എന്നുള്ളത്. എന്നിട്ട് നമുക്ക് ലോക സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കാം. അതും TV-യിലൂടെ വന്നു. അങ്ങനെ എല്ലാ തലങ്ങളിലും അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് ലോകം മുഴുവനും വ്യാപിച്ചു നിൽക്കുമ്പോൾ ഇവിടെ വന്നിട്ട് പറയാണ് ഇതൊരു പ്രസ്ഥാനമല്ല. ഒന്ന് അന്വേഷിച്ചു നോക്ക്. അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ ശക്തി എൻ്റെ കയ്യിൽ അതിൻ്റെ ഉദ്ധരണികളുണ്ട്. മാധ്യമം റിപ്പോർട്ട് ചെയ്തത്, സിറാജ് റിപ്പോർട്ട് ചെയ്തത്. സമയമില്ലാത്തതുകൊണ്ട് അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഇൻഷാ അല്ലാഹ് ആവശ്യം വന്നാൽ നമുക്കിനിയും കാണാം. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ്. അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ഇന്ന് ഇവിടെ അഹമ്മദിയ മുസ്ലിം ജമാഅത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ബഹുമാന്യ മുജാഹിദ് പണ്ഡിതൻ റഫീഖ് സലഫി സാഹിബ് ഉന്നയിച്ച അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾക്ക് മറുപടി നൽകാനായി ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ വെക്കാനായതിലും ഇത്ര നല്ല രീതിയിൽ അവസാനിക്കാൻ സാധിച്ചതിലും ഞാൻ ആദ്യമായി പരമകാരുണികനും കരുണാമയനുമായ അള്ളാഹുവിനോട് നന്ദി പറയുകയാണ്. അതേപോലെ ഇന്നിവിടെ നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ മൗലവി നാസർ അഹമ്മദ് സാഹിബ്, അതേപോലെ മൗലവി ഇസ്മായിൽ അഹമ്മദ് സാഹിബിനും ഞാൻ കൂടാളി അഹമ്മദിയ മുസ്ലിം ജമാഅത്തിൻ്റെ പേരിൽ നന്ദി പറയുന്നു. കൂടാതെ ഇവിടെ ഇന്ന് അധ്യക്ഷ പദം അലങ്കരിച്ച കൂടാളി അമീർ ജനാബ് സി ഹസൻ സാഹിബിനും ഖുറാൻ പാരായണം ചെയ്ത മൗലവി സിദ്ദീഖ് സാഹിബിനും ഞാൻ കൂടാളി അഹമ്മദിയ മുസ്ലിം ജമാഅത്തിൻ്റെ പേരിൽ നന്ദി പറയുന്നു. കൂടാതെ ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ വെക്കാൻ ഞങ്ങളെ സഹായിച്ച പോലീസ് മേധാവികൾ, സ്കൂൾ അധികൃതർ, അതേപോലെ ലൈറ്റും സൗണ്ടും നമുക്ക് തന്ന ന്യൂ ബ്രൈറ്റിൻ്റെ ആൾക്കാർക്കും ഞങ്ങൾ ഏറെ കടപ്പെട്ടിരിക്കുന്നു. അവർക്കും കൂടാളി അഹമ്മദിയ മുസ്ലിം ജമാഅത്തിൻ്റെ പേരിൽ നന്ദി പറയുന്നു. കൂടാതെ ഇന്നിവിടെ സന്നിഹിതരായ എല്ലാ നാട്ടുകാർക്കും അതുപോലെ എല്ലാവർക്കും ഞാൻ എൻ്റെ പേരിലും കൂടാളി അഹമ്മദിയ മുസ്ലിം ജമാഅത്തിൻ്റെ പേരിലും നന്ദി പറയുന്നു. ജസാക്കുമുള്ള. അസ്സലാമു അലൈക്കും. ഇന്നിവിടെ ദുആ ചെയ്യാനായി ഞങ്ങളുടെ മേഖല അമീർ സാഹിബിനെ മൻസൂർ സാഹിബിനെ ക്ഷണിച്ചുകൊള്ളു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആമീൻ.